യേശു തമ്പുരാനെ, ആട്ടിൻകൂട്ടം തെറ്റിപ്പോയവൻ ഞാൻ, ഏകനായി ഭൂമിയിൽ. ആട്ടിൻകൂട്ടം തെറ്റിപ്പോയവൻ ഞാൻ, ഏകനായി ഭൂമിയിൽ. നല്ലിടയനായ യേശു എന്നെയും തേടി വന്നു. നല്ലിടയനായ യേശു എന്നെയും തേടി വന്നു. ാകട്ടെ ഇന്നത്തെ പ്രഭാതത്തിൽ നമ്മൾക്ക് ചിന്തിക്കുവാനുള്ള ഭാഗം, ദൈവകൃപ ഏത് പ്രയാസത്തിനും മതിയാകും. ആധാരവാക്യമായി നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നത്, അവൻ എന്നോട് എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം. അപ്പോസ്തലനായ പൗലോസ് ചില ബലഹീന വശങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ തൻ്റെ ബലഹീനതയിൽ കർത്താവായ യേശുക്രിസ്തു തന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ ഒരു കാര്യമാണ്, എൻ്റെ കൃപ നിനക്ക് മതി. ഇവിടെ ദൈവത്തിൻ്റെ കൃപ നമ്മോടൊപ്പമുണ്ടെങ്കിൽ എന്ത് ബലഹീനതകളോ എന്ത് പ്രതിസന്ധി ഘട്ടങ്ങളോ ഉണ്ടായിരുന്നാലും നാം ശക്തരായി തീരും എന്നതാണ് ഈ തിരുവചനത്തിൽ നമ്മോട് പറയുന്നത്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം നമ്മോട് ഇങ്ങനെ പറയുന്നു, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോട് ആത്മാവിനോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ഇവിടെ അപ്പോസ്തലനായ പൗലോസിൻ്റെ ഓരോ എഴുത്തുകളും അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, ഒരു ആശംസയോടെയാണ് അവസാനിപ്പിക്കുന്നത്. ഇവിടെ നമ്മോടിങ്ങനെ പറയുന്നു, നിങ്ങളുടെ ആത്മാവിനോട് കൂടെ ഇരിക്കുമാറാകട്ടെ. നമ്മുടെ ആത്മാവിനെ കുറിച്ച് കർത്താവായ യേശുക്രിസ്തു പറയുന്നത് ഇങ്ങനെയാണ്. തൻ്റെ ക്രൂശീകരണത്തിന് മുൻപായി തൻ്റെ ശിഷ്യന്മാരോട് കർത്താവ് പറയുകയുണ്ടായി, ജഡമോ ബലഹീനമത്രേ, ആത്മാവ് ഒരുക്കമുള്ളത്. ഈ ആത്മാവിനെ നമ്മൾ എങ്ങനെ ഒരുക്കമുള്ളവരായി തീർക്കുവാൻ നമുക്ക് സാധിക്കുമെന്നതാണ് നമ്മോട് പറയുന്നത്. അത് പ്രാർത്ഥനയിൽ കൂടെ മാത്രമേ ആത്മാവ് ഒരുക്കമുള്ളതായി തീരുകയുള്ളൂ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അവസാനത്തോടെടുക്കുന്ന സമയത്ത് ആത്മാവിൻ്റെ ഒരുക്കത്തിന് വേണ്ടിയാണ് താൻ പോയി പ്രാർത്ഥിച്ചത്. ഇവിടെ ശിഷ്യന്മാരോട് പറയുകയാണ്, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. ജഡം ബലഹീനമാണ്, എന്നാൽ ആത്മാവ് ഒരുക്കമുള്ളതാണ്. ഇവിടെ പൗലോസിൻ്റെ ഓരോ എഴുത്തുകളിലും നമ്മുടെ ആത്മാവിനെ ഒരുക്കുവാൻ വേണ്ടി, ആത്മാവിനെ ബലപ്പെടുത്തുവാൻ വേണ്ടി ആഹ്വാനം ചെയ്തുകൊണ്ട് ഓരോ എഴുത്തുകളിലും അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, ദൈവത്തിൻ്റെ കൃപ നമ്മോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇവിടെ ബലഹീനതയിലെ ശക്തിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ആദ്യമേ നമ്മൾ ചിന്തിക്കുക, നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്, നമ്മൾ മനുഷ്യരാണ്, ബലഹീനതകൾ ധാരാളമുണ്ട്. എന്നാൽ ആ ബലഹീനതയെ അതിജീവിക്കുവാൻ വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ നമ്മൾ പ്രാപിക്കുമെങ്കിൽ ആ ബലഹീനതകളെ നമ്മൾക്ക് അതിജീവിക്കുവാൻ സാധിക്കും. ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഒന്ന് ഓർക്കുക, നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിനോട് നാം സ്വയമേ ഏറ്റ് പറയുക, ഞാൻ ബലഹീനത ഉള്ള ഒരു വ്യക്തിയാണ്, എന്നോട് നിന്റെ കൃപ കൂടെയുണ്ടായിരുന്ന ബലഹീനതയിൽ എന്നെ ശക്തിപ്പെടുത്തണമേ. അപ്പോസ്തലനായ പൗലോസിൻ്റെ ദൈനംദിനമാകിയ വേലയിൽ, തൻ്റെ ശുശ്രൂഷയിൽ ധാരാളം ബലഹീനത നിറഞ്ഞ സാഹചര്യങ്ങളുണ്ടായിരുന്നു, രോഗങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇതിനെയൊക്കെയും ശക്തിപ്പെടുത്തിക്കൊണ്ട് കർത്താവ് പറയുന്ന ഒരു കാര്യമാണ്, എൻ്റെ കൃപ നിനക്ക് മതി. ബലഹീനതയിൽ പ്രശംസിക്കുക എന്നതാണ് അപ്പോസ്തലനായ പൗലോസിൻ്റെ ഓരോ എഴുത്തുകളിലും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇവിടെ ദൈവിക ശക്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നമ്മൾ ദൈവിക ശക്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് പേര്, പല വ്യക്തികളും നമ്മോട് ചോദിക്കും, എന്തിനാണ് നാം ദൈവത്തെ വിളിക്കുന്നത്? നമ്മളുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങളുണ്ട്. ഈ ലോകത്തിൻ്റെ മായ ഇമ്പങ്ങളിൽ വീണു പോകുവാൻ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് പേർ നമ്മളെ നിർബന്ധിക്കാറുണ്ട്. എന്നാൽ പൗലോസിൻ്റെ എഴുത്തുകൾ നമ്മോട് പറയുന്നത്, എൻ്റെ ദൈവത്തിൻ്റെ കൃപ നമ്മോടൊപ്പമുണ്ടെങ്കിൽ ഈ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, സങ്കീർത്തനങ്ങൾ 121-ന്റെ 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങൾ നമ്മോട് ഇങ്ങനെ പറയുന്നു, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്നും വരും?
എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിങ്കൽ നിന്ന് വരുന്നു. നമ്മളുടെ ബലഹീനതയിൽ നാം അതിജീവിക്കണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു സങ്കീർത്തനങ്ങളിലൂടെ നമ്മോട് പറയുകയാണ്, മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഉയരങ്ങളിലേക്ക് നോക്കി നിന്ന് പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥനയിൽ കൂടെ കർത്താവായ യേശു ക്രിസ്തു നമ്മോട് പറയും, നമ്മളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം അരുളും. സ്തേഫാനോസിന്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ, വേദനകൾ ഉണ്ടായപ്പോൾ സ്തേഫാനോസ് മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് ഉണ്ടായത്. ആ പ്രാർത്ഥനയിൽ സ്തേഫാനോസ് കണ്ട ഒരു മഹനീയമായ കാഴ്ചയുണ്ട്. സ്വർഗം തുറന്നിരിക്കുന്നതും പിതാവിൻ്റെ വലതുഭാഗത്ത് പുത്രൻ ഇരിക്കുന്നതുമായ ഒരു മഹനീയമായ കാഴ്ചയാണ് സ്തേഫാനോസ് കണ്ടത്. ഈ പ്രതിസന്ധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ നമ്മൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹനീയമായ രാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കും. അവസാനമായിട്ട് സങ്കീർത്തനങ്ങൾ 34:5 വാക്യം നമ്മോടിങ്ങനെ പറയുന്നു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ച് പോയതുമില്ല. ഇവിടെ നമ്മോടിങ്ങനെ പറയുന്നത്, ഈ ലോകത്തിൽ കഷ്ടതകള് പ്രയാസങ്ങളൊക്കെയും ഉണ്ടാകും. ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത്, മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് ഒറ്റപ്പെടലുകളാണ്. ഒറ്റപ്പെടലുകൾ നേരിടുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു നമ്മോടൊപ്പം ചേർന്ന് നിന്ന് പറയുകയാണ്, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ച് പോയതുമില്ല. ഇവിടെ നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഇത് സങ്കീർത്തനക്കാരൻ നമ്മോടിങ്ങനെ പറയുന്നുവെങ്കിൽ നമ്മൾക്ക് ലോകത്തോട് നോക്കി പറയുവാൻ സാധിക്കണം, ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ നോക്കിയപ്പോൾ എൻ്റെ മുഖം പ്രകാശിതമായി, അതുകൊണ്ട് ഞാൻ ലജ്ജിച്ച് പോകുകയില്ല. കർത്താവായ യേശു ക്രിസ്തു ഇനിയുള്ള സമയങ്ങളിൽ നാം ലജ്ജിച്ചു പോകാതെ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി നിലപാടുകൾ സ്വീകരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. അടിയങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന പൊന്നു ദൈവമേ, പൊന്നു നാമത്തിനായി നന്ദി അർപ്പിക്കുന്നു. ദൈവമേ, അങ്ങയ്ക്ക് വേണ്ടി നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ടുള്ള സമയങ്ങൾ ചിലവഴിക്കുവാൻ അങ്ങ് സഹായിക്കണമേ. എല്ലാം യേശുവിൻ മഹത്വമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.